ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 5 സീറ്റ് ലഭിക്കുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി ഏറ്റവും വലുതും എല്ലാ സ്ഥലവും പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാകും. 400 സീറ്റ് നേടി 3ാം തവണയും മോദി രാജ്യം ഭരിക്കും. കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. 3ാമത്തെ ശക്തിയായി എൻ.ഡി.എ കേരളത്തിൽ മാറിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്. എൻ.ഡി.എ 20% വോട്ട് കേരളത്തിൽ നേടുമെന്നാണ് ബി.ജെ.പിയുടെ ജാവദേക്കർ തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് 20 സീറ്റും നേടാനാകുമെന്ന കണക്കൊക്കെ തെറ്റും. പല പ്രമുഖരും വീഴും. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വീഴ്ത്തി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നത് 100% ശരിയാണെന്നും ജാവദേക്കർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 3.60 ലക്ഷം വോട്ടുകൾ പിടിക്കും. 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുമെന്നും ബി.ജെ.പി നേതൃയോഗവും വിലയിരുത്തി. നേമത്ത് 20,000-ന് മുകളിലും വട്ടിയൂർക്കാവിൽ 15,000-ന് മുകളിലും ലീഡ് ലഭിക്കും. തൃശൂരിൽ 4 ലക്ഷം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പിടിക്കാനാകും. തൃശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം നേടും. നാട്ടിക, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം ലഭിക്കും. ആറ്റിങ്ങലിൽ വി മുരളീധരന് 3 ലക്ഷം വോട്ടുകൾ നേടാനാകുമെന്നാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ നേടിയ 2.97 ലക്ഷം വോട്ടിനെ മറികടക്കാൻ അനിൽ ആന്റണിക്ക് സാധിക്കുമെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാവും ഉണ്ടാവുകയെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യോഗത്തിനു ശേഷം പ്രതികരിച്ചു. കേരളത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തു. ഇരു മുന്നണികളുടെയും വർഗീയ വിഭജന രാഷ്ട്രീയം തള്ളി മോദിയുടെ ഗ്യാരണ്ടി ജനം ഏറ്റെടുത്തു. കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരായ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ കുപ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. എൻ.ഡി.എയുടെ വിജയം തടസ്സപ്പെടുത്താൻ വലിയ ശ്രമമുണ്ടായി. ജയസാധ്യതയുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്കെതിരെ നടന്ന വ്യക്തിഹത്യയ്ക്ക് പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണപ്രചരണങ്ങൾ ജനം ഏറ്റെടുത്തില്ല. ബി.ജെ.പിക്ക് മേൽക്കൈയുള്ള രാഷ്ട്രീയം സംസ്ഥാനത്ത് രൂപപ്പെട്ടു. ഫലം വരുന്നതോടെ കോൺഗ്രസിന് അടിതെറ്റും. CPM സർക്കാരിനെതിരായ ജനവികാരം സംസ്ഥാനത്ത് ശക്തമായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതിനിടെ P.K. കൃഷ്ണദാസ്, A.N. രാധാകൃഷ്ണൻ, M.T. രമേശ് എന്നിവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ ഇതിൽ അസ്വാഭാവികതയില്ലെന്നും യോഗത്തിൽ പങ്കെടുക്കാനാവില്ലെന്ന കാര്യം നേരത്തെ നേതാക്കൾ അറിയിച്ചിരുന്നുവെന്നുമാണ് ജാവദേക്കർ പ്രതികരിച്ചത്. ഏതായാലും കേരളത്തിലേക്ക് ബി.ജെ.പി സീറ്റ് തേടി വന്നത് അത്ഭുതം തന്നെയാണ്. ഇത്രയും ആത്മവിശ്വാസത്തോടെ വിജയം പ്രവചിച്ചത് മണ്ടത്തരവും.